ഹായ്, എല്ലാവർക്കും സോണി ഫോർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പൂക്കൾ കണ്ട് ഇഷ്ടപ്പെട്ട് നഴ്സറിയിൽ നിന്നും റോസാപ്പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷേ ആദ്യത്തെ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ നമ്മൾ വിചാരിച്ചതുപോലെ പൂക്കൾക്ക് വലിപ്പം കിട്ടാതെ വരികയും പൂക്കൾ ഇല്ലാതെ ആവുകയും ചെയ്യും. പിന്നെ അത് നമ്മൾ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇതിന് കാരണം ചെടിക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടാത്തത് മൂലമായിരിക്കാം. റോസ് ചെടിക്ക് ഇടവിട്ട് വളങ്ങൾ മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പ്രൂണിങ്. പൂ വന്ന് ഏകദേശം 3-4 ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ പൂക്കൾ മുറിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലേ പുതിയ ശിഖരങ്ങൾ വരികയും അതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മുരടിച്ച് നിൽക്കുന്ന കൊമ്പുകളും പഴുത്ത് നിൽക്കുന്ന ഇലകളും പൂർണ്ണമായും ഒഴിവാക്കണം. പൂ വന്നതിന് ശേഷം 3 ഇതൾ താഴ്ത്തി വേണം ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ. റോസിന് വളത്തിൻ്റെ ഒപ്പം തന്നെ പ്രൂണിങ്ങും അത്യാവശ്യമാണ്. ഇതുപോലെ നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുതിയ തളിർപ്പുകൾ വരികയും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. റോസിന് ജൈവവളം കൊടുക്കുന്നത് പോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ രാസവളവും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചാണകപ്പൊടി, അതിൻ്റെ 1/3 ഭാഗം എല്ലുപൊടി, 1 ടേബിൾ സ്പൂൺ എപ്സം സാൾട്ട്, 1 ടേബിൾ സ്പൂൺ പൊട്ടാഷ്, 1 ടേബിൾ സ്പൂൺ DAP എന്നിവയാണ്. എപ്സം സാൾട്ട് അഥവാ മാഗ്നീഷ്യം സൾഫേറ്റ് സസ്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു വളം ആണ്. ചെടിയുടെ ആരോഗ്യമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഇലകളുടെയും പൂക്കളുടെയും നിറം മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും. ചെടിക്ക് വളങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എപ്പോഴും ചെടിയുടെ ചുവട് നല്ലപോലെ ഇളക്കിയിട്ട് വേണം വളങ്ങൾ ചെയ്തു കൊടുക്കാൻ. അതുപോലെ തന്നെ ചെടിയുടെ നേർ ചുവട്ടിൽ അല്ലാതെ കുറച്ച് വിട്ട് വേണം വളങ്ങൾ ചെയ്തു കൊടുക്കാൻ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വളം ഒരു ചെടിക്ക് 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ഇട്ട് കൊടുക്കാം. ഇത് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടികൾക്ക് വളം പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ രാസവളം ചേർത്തിട്ടുള്ളതിനാൽ ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കണം. അതിനുവേണ്ടി 4-5 ദിവസത്തേക്ക് നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ഇത് നമ്മൾ വളം ചെയ്തിട്ട് 14 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഇതിൽ പുതിയ തളിർപ്പുകളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 25 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റിൽ മുട്ടുകൾ വന്നു തുടങ്ങി. നമ്മൾ ഇട്ടുകൊടുത്ത വളത്തിൽ എപ്സം സാൾട്ടിൻ്റെ ഒപ്പം പൊട്ടാഷും DAPയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പൊട്ടാഷ് ചെടിയിൽ ഉണ്ടാകുന്ന വരൾച്ച, രോഗം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചെടിക്ക് നല്ല വേരോട്ടം കിട്ടുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും. DAP ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ചെടികൾ പൂക്കാൻ വേണ്ടി ഇപ്പോൾ മിക്ക ആൾക്കാരും DAP കൊടുക്കുന്നുണ്ട്. DAP എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ചെടികൾ പൂക്കാനും കായ്ക്കാനും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ ചെടിയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നു. ഇതിൽ നൈട്രജൻ എന്ന് പറയുന്നത് 18%, ഫോസ്ഫറസ് എന്ന് പറയുന്നത് 46% ഉള്ളത്. ഒരു ചെടി വളരാനും പൂക്കാനും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഈ 3 ഘടകങ്ങളും അത്യാവശ്യമാണ്. ഇങ്ങനെ വളം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.